ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. ആൻഡ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പ്ലേസിലാണ് വന്നേക്കുന്നത്. നമ്മൾ ജിബി ഫാം തൃശ്ശൂർ മാളയിലാണ് വന്നേക്കുന്നത്. നല്ല ഒരു പീസ്ഫുൾ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇപ്പം നമ്മളുള്ളത് നമ്മുടെ കോട്ടേജിലാണ്. ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു 10:30 ആയപ്പോഴത്തേക്കാണ്. അവിടെ നിന്ന് ഒരു 3 hours ജേണിയാണ് ഇവിടെ വരെ. പിന്നെ ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പൊക്കെ എടുത്ത് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വന്നത്. സോ ഇപ്പം ഓൾമോസ്റ്റ് 3 o'clock ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കുടിച്ചിട്ട് ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സോ അതുവരേക്കും കോട്ടേജിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം, അത് കണ്ടോളൂ. കോട്ടേജ് കാണിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ വന്ന വഴി കാണാം. നമ്മളിപ്പം ആലപ്പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ജിബി ഫാം നമുക്ക് വരുന്നത് ഒരു 3 hours ആണ് ജേർണി. സോ 3 hours നമ്മളവിടെ എത്തും. ഒരു 1 o'clock ആണ് അവിടെ ചെക്ക് ഇൻ ടൈം. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല തോന്നുന്നു. ഈ ട്രിപ്പിന് നമ്മളൊരു വണ്ടി റെൻറ്റിന് എടുത്തായിരുന്നു. നമ്മളെടുത്ത വണ്ടി ഥാറാണ്. സോ അതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എറിക്കിനിപ്പം ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുമ്പം അവൻ ഫേസ് ഹൈഡ് ചെയ്യുക. അവൻ്റെ പെർമിഷൻ ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി അവന് ഇഷ്ടമാണ്. പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂസൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം. എറിക്കും യൂഹാനും നൂനുവിൻ്റെയും ഫേവറേറ്റ് പ്ലേസ് ആണിത്. യൂഹാനും നൂനും എൻ്റെ നെഫ്യൂ ആൻഡ് നീസാണ്. ഇവർ ചെറുതായിരുന്നപ്പം ഇവരെല്ലാവരും ചെറുതായിരുന്നപ്പം ആദ്യമൊക്കെ ഇവിടെയായിരുന്നു നമ്മൾ വരുന്നത്. പക്ഷെ പിന്നെ അവർക്ക് ഫോറം മോളാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. അവിടെയും കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു നാരോ റോഡിൽ കൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ ഈ റോഡിൻ്റെ 2 സൈഡിലും നല്ല ഭംഗിയുള്ള വീടുകളുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നല്ല ഇങ്ങനെ വീട് കാണാൻ. പിന്നെ നമ്മുടെ ഗ്രീനറീൻ്റെ കാര്യത്തിൽ പറയണ്ടല്ലോ. കേരള നമ്മൾ വരുമ്പോൾ തന്നെ ഫുൾ ഗ്രീനറി നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ മരങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്. ഇവിടെ പിന്നെ നമ്മൾ കണ്ടത് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ റംബുട്ടാൻ്റെ ട്രീസ് ഉണ്ട്. അതൊക്കെ വലയിട്ട് ഇങ്ങനെ മൂടിയിരിക്കുമായിരുന്നു. പിന്നെ റംബുട്ടാൻ ഇവിടെ സെല് ചെയ്യുന്നതും നല്ല ലോ പ്രൈസിലായിരുന്നു. ഫുഡ് കഴിക്കാൻ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ഇവിടെ സെറ്റപ്പൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് ഒരു സൈഡ്. പക്ഷേ നമ്മൾക്ക് വേറെ ഏരിയ ഉണ്ട്, അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാണെങ്കിൽ നല്ല ഒരു സ്ഥലമാണിത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ ഒരു സ്പേസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. പോയിക്കോ. ഹാർട്ട് അറ്റാക്ക്
സോ ഫൈനലി നമ്മൾ ജിബി ഫാമിലെത്തി. ജിബി ഫാമിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കോട്ടേജിലേക്ക് പോകുന്നത്. അവിടെ ജിബി ഫാമിൻ്റെ സ്റ്റാഫ് എല്ലാം ഉണ്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാൻ. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അവിടെ ജിബി ഫാമിൻ്റെ ഓണറും ഉണ്ടായിരുന്നു. അവരെയും മീറ്റ് ചെയ്യാൻ പറ്റി. സോ ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ മുമ്പിലുള്ള ബ്യൂട്ടിഫുൾ വ്യൂ. ആൻഡ് നമ്മുടെ കോട്ടേജ് 2 റൂമിൻ്റെയാണ്. 2 റൂമും സൈഡ് ബൈ സൈഡാണ്. ഒരു റൂമിൽ മമ്മിയും ഡാഡിയുമാണ് താമസിക്കുന്നത്. ചെറിയ ഒരു റൂം ടൂറായിട്ട് കാണിക്കാം. നല്ല ഒരു സ്പേഷ്യസ് റൂമാണ്. ഇവിടെ ഒരു ഡബിൾ ബെഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ വെക്കാൻ നല്ല ഒരു സ്റ്റോറേജ് ഏരിയയും ഒരു ഫുൾ ലെങ്ത് മിററും വരുന്നുണ്ട്. പിന്നെ ടവൽസും കോഫി സ്റ്റേഷനും ഒക്കെ അവിടെയുണ്ട്. പിന്നെ ഈ സൈഡിലൊരു ബാത്റൂമുണ്ട്. കോട്ടേജിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയർ ഇട്ടിട്ടുണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ. അവിടെ തന്നെ കുറച്ച് ഏരിയ ഉണ്ട്. നമുക്കിങ്ങനെ വാക്ക് ചെയ്ത് ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ റൂം. ഒരു ഡബിൾ ബെഡുണ്ട്, പിന്നെ ഒരു സിംഗിൾ ബെഡുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട് ഈ റൂമിൽ. നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ കുറച്ച് വ്യൂ ഉണ്ട് അവിടെ. ഇവിടെ നമുക്കൊരു കബോർഡ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ബാത്റൂം കൂടെ ഉണ്ട്. നമ്മൾക്ക് സൈഡിൽ തന്നെ വേറെ ഒരു റൂമും കൂടെ ഉണ്ട്. അവിടെയാണ് മമ്മി ഡാഡി സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഞാനും ഇതിനും ആയിരിക്കും. എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? എനിക്ക് ആക്ച്വലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നല്ല റിലാക്സിങ് അറ്റ്മോസ്ഫിയറും നല്ല പീസ്ഫുൾ വൈബ്സും തരുന്ന ഒരു സ്ഥലമാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു 2 ദിവസം റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നാട്ടിൽ വരുമ്പം ഒരു ആഗ്രഹമായിരുന്നു ഇപ്രാവശ്യം പാരൻസിനെ കൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ഉള്ള സ്പേസിൽ പോകണമെന്ന്. സോ വെരി ഗ്ലാഡ് വി കുഡ് കം ടു ജിബി ഫാം. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഇവിടുത്തെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയയും വരുന്നത്. നിതിനും എറിക്കും അവിടെ പോയിട്ടുണ്ട്. ഞാനും ചേഞ്ച് ചെയ്തിട്ട് പോവാണ്. അവർ ഓൾറെഡി സ്വിമ്മിംഗ് പൂളിൽ കയറി കഴിഞ്ഞ് ഞാനും ഇനി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. നല്ല രസമല്ലേ? നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. നേച്ചറിൻ്റെ നടുക്ക് തന്നെ വരുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പൂളും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൂളാണ്. വേണമെങ്കിൽ അവർ മ്യൂസിക്കും ലൈറ്റ്സും ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് രാത്രിയിലായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാൻ. ഇപ്പം നമ്മളത് ഇട്ടിട്ടില്ല. ഇങ്ങനത്തെയൊക്കെ പ്ലേസിൽ വരുമ്പോഴാണ് തോന്നുന്നത് സ്വിമ്മിങ് പഠിക്കാത്ത ശരിക്കും ഒരു ലോസാണെന്ന്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു സ്വിമ്മിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. എറിക്കിപ്പം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നിതിനും കുറച്ചറിയാം. ഞാൻ എൻ്റെ കുറച്ച് പ്രാക്ടീസൊക്കെ നടത്തും ഇതിനകത്ത്. പക്ഷേ ശരിക്കും സ്വിമ്മിങ് അറിയത്തില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ നമുക്ക് ജോയിൻ ചെയ്ത് പഠിക്കണം. പൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇറങ്ങി. ഇവിടെ നമുക്ക് കൊറാക്കൽ റൈഡ് ഉണ്ട്. കൊറാക്കൽ റൈഡ് എന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചി. അതിനകത്ത് ഇരുന്ന് നമുക്ക് കുറച്ച് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു അത് കുറച്ച് നേരം ചെയ്തപ്പം. പിന്നെ നല്ല ഡെപ്തൊന്നുമില്ല വാട്ടറിന്, അപ്പം അത്രയും പേടിക്കാൻ ആവശ്യമില്ല. പിന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തന്നെയാണ് പോകുന്നത്.
എറിക്കിനും നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി. സോ ഇവർ രണ്ടുപേരും കൂടെയും ഒരു പ്രാവശ്യം കൂടെ പോയി. ഇത് ഇവിടുത്തെ ഡാം പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൊട്ടവഞ്ചിയൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നല്ല എമൗണ്ട് ഓഫ് വാട്ടർ പിടിച്ച് വെക്കണം. അപ്പം ഈ പുഴയിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് അവിടേക്ക് പിടിച്ച് വെക്കുന്നത്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇത് കഴിയുമ്പം വൈകുന്നേരം അവരിങ്ങനെ ഇത് തുറന്നു വിടും. ഇവിടെ ഒരു വാക്ക് വേ ബ്രിഡ്ജും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിൽ കൂടെ ചവിട്ടി പോകുമ്പം ഇത് കുറച്ച് ഷേക്കി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഫീലാകും. ഇതും നല്ല ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം ഞാനും എറിക്കും നിതിനും ഡാഡിയും ഒക്കെ ഇത് ട്രൈ ചെയ്തു. ലേക്കിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പേസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. സീറ്റൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ കാണാൻ. ഇവിടെ കുറേ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അത് അതിൻ്റെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ രസമുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പം കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളാകും ഈ പ്ലേസ്. സൺസെറ്റൊക്കെ കാണാനാണെങ്കിൽ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഈവനിങ് ടൈമിൽ ഇങ്ങനെ നമ്മൾ ആ ബ്യൂട്ടി എൻജോയ് ചെയ്തിരിക്കുമ്പം നല്ല റിലാക്സിങ്ങും കാമും പീസ്ഫുള്ളുമാണ്. കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പം ഈ ഏരിയ ആക്ച്വലി കുറേ വലിയ ഏരിയ ആണ്. ഒരു 10 ഏക്കറോളം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് നടക്കാനും നടന്നു കാണാനും. കുറച്ച് സ്ഥലത്ത് ഹാമോക്സും സ്വിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ തന്നെ സ്പേസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ അവർ വിളിച്ചു. വൈകുന്നേരം ഇവിടെ നല്ലൊരു വാട്ടർഫോൾ പോലത്തെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രിഡ്ജും ഉണ്ട്. പിന്നെ ഒരു മിസ്റ്റ് ഗാർഡൻ ഉണ്ട്. അവിടെ നമ്മൾ പോകുമ്പോൾ നല്ല മിസ്റ്റി ആയിട്ട് വേറെ ഒരു സ്ഥലത്ത് തന്നെ വന്ന പോലെ നമുക്ക് ഫീലാകും. അവിടെ മിസ്റ്റ് ഓണാക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മളെ കൊണ്ടുപോയ ഏരിയ ആണ് നക്ഷത്രവനം എന്ന് പറഞ്ഞ ഒരു ഏരിയ. നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ നക്ഷത്രം അനുസരിച്ച് ഒരു പ്ലാന്റ് നമുക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഏതൊക്കെ നക്ഷത്രത്തിന് ഏതൊക്കെ പ്ലാന്റ്സ് ആണ്. അങ്ങനെ എല്ലാ നക്ഷത്രത്തിനും ഉള്ള പ്ലാന്റ്സ് അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് ഓഫ് ട്രീസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഫ്രൂട്ട് ട്രീസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ക്രോപ്സും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് തരുന്ന ഭക്ഷണമൊക്കെ മോസ്റ്റ്ലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ നല്ല രസമുള്ള ഒരു ഏരിയ ആണ്.
പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് കാണാം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വെള്ളം സേവ് ചെയ്തിട്ടാണ് എല്ലാ പർപ്പസും ഇവിടുത്തെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പതുക്കെ പോ. അതെന്നാ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് നമ്മളിവിടെ ഡൈനിങ് ഏരിയയിൽ ചായയും സ്നാക്സും ഒക്കെ കഴിക്കാൻ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തന്നെ നമ്മൾ ഡിന്നറും കഴിക്കാൻ വന്നു. ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. സൺസെറ്റ് വ്യൂ നല്ല രസമല്ല കാണാൻ. ഈ കാണുന്ന കല്ല് ഇവിടെ പണ്ടത്തെ ബോർഡർ മാർക്ക് ചെയ്യുന്ന ഒരു കല്ലായിരുന്നു. ഇതിൻ്റെ പേരാണ് കൊത്തിക്കല്ല്. മീനിങ് ഇതിൻ്റെ കോ വരുന്നത് കൊച്ചിയും തീ വരുന്നത് ട്രാവൻകൂർ, അതിൻ്റെ മലയാളമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കിക്കോളൂ. നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റിനാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓംലെറ്റൊക്കെ വേണ്ടവർക്ക് ഓംലെറ്റും പിന്നെ ചോലെ ഭട്ടൂരയും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു. ഡേ 2 ആണ്. ഇന്ന് നമ്മൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമ്മളിന്ന് പുറത്ത് പോവാണ്. ജിബി ഫാം ഇന്നലെ കുറച്ച് കറങ്ങിയൊക്കെ കണ്ട്. അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ട് വൈകുന്നേരം കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് കൊണ്ട് ഇവിടെ വന്നിട്ട് ചെയ്യാൻ അങ്ങനെ പോകാനിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്ലാൻ ഇവിടെ അടുത്ത് ഒരു ജൂയിഷ് സിനഗോഗ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പോവാണ്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് ഞാൻ റീസെൻ്റ്ലി മിൻട്രയിൽ നിന്ന് മേടിച്ചാണ്. മെയിൻ തിങ് ഈസ് പോക്കറ്റ്സ് ഉണ്ട് ഇതിൽ. അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഫൈനലി നമ്മൾ ഫൈനലൈസ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്ത് പോകാനാണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 2 hours 57 minutes കാണിക്കുന്നുണ്ട്. കൂടുതൽ അടിപിടി ഉണ്ടാക്കാതെ ഇരിക്കുകയാണ് നമ്മൾ ഒരു ഫൈനലൈസ് ചെയ്ത ഒരു പ്ലേസ് ഇന്ന് പോകുന്നത്. ബാക്കി നാളെ നോക്കാമെന്ന് വിചാരിക്കുന്നു. നാളെയാണ് നമ്മൾ തിരിച്ചു പോകുന്ന ഡേ. സോ നാളെ പോകുന്ന വഴിക്ക് നമ്മൾ ജൂയിഷ് സിനഗോഗും ചർച്ചും ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. Hi, this is Edik speaking. Have a nice trip. Bye. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ബാക്കിലേക്കാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുക്കുവാണ്.
ഇങ്ങനെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് താഴോട്ട് നടക്കണം. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇനിയും കുറച്ച് സ്റ്റീപ്പാണ് അതിലേക്കൂടെയൊക്കെ നടക്കാനായിട്ട്. സോ മമ്മി ഡാഡിക്ക് അത്രയും താഴേക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വരെ നടന്നിട്ട് അവർ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ 3 പേരും കൂടിയാണ് താഴെ വാട്ടർഫോൾസിൻ്റെ അവിടത്തേക്ക് പോയത്. ഡാഡിയും ആദ്യം താഴെ വരാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനത്തെ വേ കുറച്ച് ക്രൂക്കഡും കുറച്ച് റഫ് വേ ആണ്. എന്നിട്ട് കുറേ നടക്കാനുണ്ട്. അപ്പം പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞ് ഡാഡി തിരിച്ചു പോയി. മേലെ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ 3 പേരും കൂടിയാണ് താഴേക്ക് പോയത്. അങ്ങനെ ഫൈനലി വി ആർ ഓൺ ദ വേ ടു ദി ആതിരപ്പള്ളി വാട്ടർഫോൾസ്. ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കുറേ പിക്ചേഴ്സും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇവിടെ വരണം എന്ന്. ആൻഡ് ഫൈനലി ദിസ് ഈസ് ദ ഡേ. ആൻഡ് ഞാൻ ഒരിക്കലും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ബട്ട് ഇപ്പം ഒരു നല്ല സീസണും കൂടിയാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാനുള്ളത്. മൺസൂൺ സീസണിൽ കുറച്ചുകൂടെ നല്ല ഹെവി ഫ്ലോ ഉള്ള നല്ല രസമായിട്ട് കാണാമെന്നാണ് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ്, നല്ല ഹെവി വാട്ടർഫോൾ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ വാട്ടർ നമ്മൾ ദൂരെ നിന്നാലും നമ്മുടെ മേത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു ഈ വ്യൂ. ആദ്യം എല്ലാവർക്കും വരാൻ ഇങ്ങോട്ട് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ എല്ലാവരെയും വലിച്ചഴിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. സ്പെഷ്യലി എറിക്കിൻ്റെ ഒരു ഫസ്റ്റ് വാട്ടർഫോൾ എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെ കുറേ നേരം ആ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് നമ്മൾ കണ്ടിരുന്നു. തിരിച്ച് മേളിലേക്ക് പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി മമ്മി ഡാഡിക്കും താഴെ വന്ന് ഈ വ്യൂ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഈ വ്ളോഗിൽ കൂടെ അവരിത് കണ്ടോളും. ഈ ഏരിയയിൽ ഇനിയും 2-3 വാട്ടർഫോൾസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു വാഴച്ചാൽ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് നമുക്ക് കാണാൻ പോകാം. നമ്മൾ എടുത്ത ടിക്കറ്റിൽ അതും കാണാൻ ഫ്രീ ആണ്. സോ അവിടേക്ക് ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ മങ്കീസിനെ കാണാം. ഇവിടെ മങ്കീസ് കുറേ ഉള്ള ഒരു ഏരിയ ആണിത്. ഇതാണ് വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ്. ഇത് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അത്രയും വലുതല്ലെങ്കിലും നല്ലൊരു വാട്ടർഫോളാണ്. ഏരിയ നല്ലതാണ്, ഈസിലി എല്ലാവർക്കും പോയി കാണാം. ഇഷ്ടംപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിരിക്കാം. അതിരപ്പള്ളി വാട്ടർഫോൾസ് പോയ അത്രയും സ്റ്റീപ്പല്ല. ഇത് ഈസിലി പോയി നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലേസ് കണ്ടില്ലേ, ഇവിടെ ഞാൻ പോയപ്പം ഇവിടെ ആരും ഇല്ലായിരുന്നു. ഈസി ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെ ക്രൗഡ് വന്നു തുടങ്ങി. ഇഷ്ടംപോലെ ക്രൗഡായി. അങ്ങനെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജിബി ഫാമിലേക്ക് എത്തി. ജിബി ഫാമിലെത്തിയിട്ട് നമുക്ക് അവിടുന്ന് ടീ ആൻഡ് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ. അത് ചെയ്യാൻ ഇനി വെയിറ്റ് ചെയ്യുകയാണ്.
ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കളിക്കുന്ന ചെറിയ പരിപാടിയുണ്ട്. ബോ ആൻഡ് ആരോൻ്റെ വെച്ചിട്ടുണ്ട്, അത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ നമ്മുടെ ടീ ആൻഡ് സ്നാക്സ് എൻജോയ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പെൻഡിങ് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് ഫിഷിംഗ് ആയിരുന്നു. ഫിഷിംഗ് കഴിഞ്ഞ് കൊറാക്കൽ റൈഡ് പോകണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ അത് പോസിബിൾ അല്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫിഷിംഗ് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഫിഷിംഗ് ഒക്കെ ചെയ്ത് ഫിഷൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഞാനും കുറച്ച് ട്രൈ ചെയ്തു, പക്ഷേ ഫിഷൊന്നും കിട്ടിയില്ല. കുറേ ട്രൈ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫിഷ് പിടിക്കാൻ പറ്റിയത്. ഈവനിങ് ആയപ്പോൾ അവിടുത്തെ ഒരു വൈബ് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ചായി. ആ സ്കൈൻ്റെ കളറൊക്കെ ചേഞ്ചായി. ഒത്തിരി ബ്യൂട്ടിഫുൾ ഒരു വ്യൂ തന്നെയാണ്. ഇന്ന് ഡേ 3 ആണ്. ഫൈനലി നമ്മളിന്ന് തിരിച്ചു പോവുകയാണ് ആലപ്പുഴയ്ക്ക്. സോ 2 നൈറ്റ്സും 3 ഡേയ്സിൻ്റെയും സ്റ്റേ ആണ്. അടിപൊളി ലൊക്കേഷനാണ്. കുറച്ച് പീസ്ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യാനും ഉള്ള നല്ല ഒരു പ്ലേസാണ്. സോ ഫൈനലി നമുക്ക് പോകാനുള്ള ഡേ എത്തിയേക്കുന്നു. ഒരു 12 o'clock ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം രാവിലെ നമുക്ക് കുറച്ചുകൂടെ ടൈമുണ്ട്. ഒന്നുകൂടെ ആ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഒരു ഫിഷിംഗ് റൗണ്ടും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോണത്. Low tide. ഈ ഒരു ബോട്ട് സ്ട്രക്ചർ 2 സൈഡിലുമുള്ള നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിനകത്ത് ചെറിയ ലില്ലി ഫ്ലവേഴ്സും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ മീനുകളും ഉണ്ട്. പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒരു ഫിഷിംഗ് റൗണ്ടും കൂടെ ചെയ്യുകയാണ്. എനിക്ക് ഇന്നലെ ഒരു മീനും പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്ന് ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും പിടിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എറിക്ക് പിടിച്ചിട്ടിരിക്കുന്ന മീനുകളാണത്. എറിക്ക് ഒരു പ്രോ ആയി മാറിയേക്കുന്നു ഫിഷ് പിടിക്കാൻ. ഈ ഫിഷ് നമ്മൾ ഇപ്പം പിടിക്കുന്ന ആക്ച്വലി ഇന്നത്തെ ലഞ്ചിനേക്ക് ആവും അവിടെ. അപ്പം അവിടെയുള്ള ഗസ്റ്റിന് ഇന്ന് കിട്ടാൻ പോകുന്ന ലഞ്ച് നമ്മൾ പിടിച്ച ഈ മീനായിരിക്കും. എറിക്ക് ഒരു മീനും കൂടെ പിടിച്ചു. നല്ല അടിപൊളി മീനായിരുന്നു. പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊരു ഡെക്കറേറ്റീവ് മീനാണ്, അതുകൊണ്ട് അതിനെ തിരിച്ചു വിട്ടു. ആൻഡ് ഫൈനലി ഞാനും ഒരു മീൻ പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ബിഗ്ഗസ്റ്റ് മീൻ എൻ്റെ ആയിരുന്നു. സോ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ തന്നെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്കുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്രയും ഒരു പ്ലസൻറ്റ് ജേർണി അല്ലായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റി ആകെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് നമ്മൾ ഉള്ള പ്ലാനൊക്കെ ക്യാൻസലാക്കി ഡയറക്റ്റ് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇതായിരിക്കും ഞാൻ ഇന്നേ വരെ ഇട്ടേക്കുന്ന ആദ്യത്തെ ലെങ്തി ഒരു വ്ളോഗ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ് ആൻഡ് I will keep uploading more vlogs soon. Till then, bye bye and take care.